മെക്സിക്കോയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പ്യൂർട്ടോ വല്ലാർട്ടയിൽ അധോലോക നേതാവിനെ വധിക്കാൻ സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ കുടുങ്ങി അമേരിക്കയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ. സുരക്ഷിതമായ സ്ഥലങ്ങളിൽ അഭയം തേടാനും ജനക്കൂട്ടത്തെ ഒഴിവാക്കാനും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. നഗരത്തിലുടനീളമുള്ള ഫോട്ടോകളിൽ ബസ്സുകൾ തീയിൽ പൊട്ടിത്തെറിക്കുന്നതും വീടുകൾ കത്തിക്കുന്നതും ആകാശത്തിലൂടെ കറുത്ത പുക ഉയരുന്നതും കാണാം. ഞായറാഴ്ച പുലർച്ചെയാണ് ജാലിസ്കോ സംസ്ഥാനത്തെ പ്യൂർട്ടോ വലാർട്ടയിൽ നിന്ന് ഏകദേശം 170 മൈൽ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന തപാൽപ എന്ന പട്ടണത്തിലേക്ക് മെക്സിക്കൻ സൈന്യം പ്രവേശിച്ചത്. നെമെസിയോ എൽ മെൻചോ ഒസെഗുവേര സെർവാൻസിനെയാണ് അവർ കൊലപ്പെടുത്തിയത്. മെത്താംഫെറ്റമിൻ, ഫെന്റനൈൽ എന്നിവ യുഎസിലേക്ക് കടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മെക്സിക്കോയിലെ ഏറ്റവും ശക്തമായ മയക്കുമരുന്ന് ക്വാർട്ടലുകളിൽ ഒന്നായ ജാലിസ്കോ ന്യൂ ജനറേഷൻ ക്വാർട്ടലിന്റെ തലവനായിരുന്നു എൽ മെൻചോ. ജാലിസ്കോ സംസ്ഥാനത്തെ പ്യൂർട്ടോ വലാർട്ട, ഗ്വാഡ്ലാജറെ, തപാൽപ എന്നിവിടങ്ങളിൽ വാഹനങ്ങൾ കത്തിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ ഉണ്ട്. മോട്ടോർ സൈക്കിളുകളിൽ എത്തിയ സായുധരായ കൊള്ളക്കാരും അവരുടെ വെടിവെപ്പിന്റെ ശബ്ദവും പ്യൂർട്ടോ വല്ലാർട്ട നിവാസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അധോലോക അംഗങ്ങളുമായി മെക്സിക്കൻ സേന വെടിവെപ്പ് നടത്തുന്ന വീഡിയോകൾ എക്സിലും ഇൻസ്റ്റാഗ്രാമിലും പ്രചരിക്കുകയാണ്. ജാലിസ്കോയിലെ ഗ്വാഡലജാര അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അക്രമങ്ങളുടെ വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. റൺവേകളിൽ നിന്ന് പുക ഉയരുന്നതും പരിഭ്രാന്തരായി ആളുകൾ ഓടുന്നതും കാണാം. വിമാനത്താവളത്തിനുള്ളിൽ ആളുകൾ നിലത്ത് കിടക്കുന്നതായി ചില വീഡിയോകൾ കാണിക്കുന്നുണ്ട്. അയൽ സംസ്ഥാനമായ ഗ്വാനജുവാറ്റോയിലെ ആളുകൾ മേഖലയിലുടനീളം ഫാർമസികളും കൺവീനിയൻസ് സ്റ്റോറുകളും കത്തിക്കുന്നതായി വെളിപ്പെടുത്തി. എൽ മെൻചോയുടെ കൊലപാതകത്തെ തുടർന്ന് ക്വാർട്ടലിന്റെ നീക്കങ്ങൾ നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. ഇക്കാര്യം ജാലിസ്കോ ഗവർണർ പാബ്ലോ ലെമസ് നവാരോ എക്സിലൂടെ പ്രഖ്യാപിച്ചു. മേഖലയിലെ വിവിധ സ്ഥലങ്ങളിലും ജാലിസ്കോയുടെ മറ്റ് ഭാഗങ്ങളിലും അധികാരികളുടെ നടപടിയെ തടസ്സപ്പെടുത്തുന്നതിനായി വ്യക്തികൾ വാഹനങ്ങൾ കത്തിക്കുകയും തടയുകയും ചെയ്തിട്ടുണ്ട്. പ്യൂർട്ടോ വല്ലാർട്ടയിൽ 10 വാഹനങ്ങളെങ്കിലും കത്തിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്യൂർട്ടോ വല്ലാർട്ടയിലെ പൊതുഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അയൽ സംസ്ഥാനമായ മൈക്കോവാക്കന്റെ ഗവർണറും തന്റെ അധികാര പരിധിയിലുള്ള 13 മുനിസിപ്പാലിറ്റികൾ സമാനമായ അസ്വസ്ഥതകൾ നേരിടുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടന്നുവരികയാണ്. എന്തായാലും അധോലോക നേതാവിനെയാണ് വധിച്ചിരിക്കുന്നത്. സുരക്ഷിതമായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വലിയ ജനക്കൂട്ടങ്ങൾ അഭയം തേടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പൗരന്മാർക്ക് അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തു. നഗരത്തിലുടനീളം ഇത്തരത്തിൽ തീവെപ്പുകൾ സഹിതം നടക്കുന്നുണ്ട്.